ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിലീപ് നായകനായി നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ഡിസംബർ 18 വ്യാഴാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ബബ്ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. ഈ സിനിമയുടെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 15 ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ ഈ സിനിമ 26,20 ലക്ഷം രൂപയാണ് ആദ്യ 15 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 2,20 ലക്ഷം ഉൾപ്പെടെ 28,40 ലക്ഷം രൂപയാണ് ആദ്യ 15 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. മിഡിൽ ഈസ്റ്റിൽ നിന്ന് 15 ദിവസം കൊണ്ട് $1.35 മില്യൺ കളക്ട് ചെയ്തത്. ടോട്ടൽ വിദേശ കളക്ഷനായി $1.88 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 16,90 ലക്ഷം രൂപ. അങ്ങനെ 15 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 45,35 ലക്ഷം രൂപയാണ്. 16-ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 14 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 26,34 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷൻ 45,50 ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. 2025 ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തി 2026 ആദ്യ 100 കോടി സിനിമയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് സർവമായ. ഈ സിനിമ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 8 ദിവസം കൊണ്ട് കേരളത്തിൽ 35,55 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5,65 ലക്ഷം രൂപയുമായിരുന്നു കളക്ട് ചെയ്യുന്നത്. ലോകമെമ്പാടുമായി 78,76 ലക്ഷം രൂപയും സ്വന്തമാക്കിയിരുന്നു. 9-ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 5,03 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 9 ദിവസം കൊണ്ട് കേരളത്തിൽ 40,58 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. 9 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 88 കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞ ഈ സിനിമ 10-ാം ദിവസം എന്ന ശനിയാഴ്ചയിലെ പ്രീസെയിൽ ബുക്കിങ്ങിലൂടെ കേരളത്തിൽ 1,81 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. നാളെ ഞായറാഴ്ചയോടെ ഈ സിനിമ 100 കോടിയിലേക്ക് എത്തിച്ചേരും എന്നും ഉറപ്പായിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കളങ്കാവൽ തിയേറ്ററിലെത്തിയിട്ട് 5-ാമത്തെ ശനിയാഴ്ച കൂടിയ 30-ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. മമ്മൂട്ടി, വിനായകൻ എന്നിവർ പ്രധാന താരങ്ങളായി നവാഗതനായ ജിതിൻ കെ ജോസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ 29-ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 5,50,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 37,21 ലക്ഷം രൂപയാണ് ആദ്യ 29 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തിച്ചേർന്നിരിക്കുന്നത് 83,68 ലക്ഷം റേഞ്ചിലാണ്. ഇന്ത്യയിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ കളക്ഷനും ബുക്കിംഗ് നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് രൺവീർ സിംഗ് നായകനായി ആദിത്യ ധർ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയായ ദുരന്തർ തന്നെയാണ്. ഈ സിനിമ 29-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 15,20,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 6,52 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 29 ദിവസത്തെ കേരള കളക്ഷൻ. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 897,25 ലക്ഷം രൂപയും വിദേശ കളക്ഷനായി 270 കോടി രൂപയുമാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 29 ദിവസം കൊണ്ട് 1,167,25 ലക്ഷം രൂപയാണ് ദുരന്തർ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. കാർത്തിക് ആര്യൻ പ്രധാന താരമായി സമീർ വിദ്വാൻ സംവിധാനം ചെയ്ത് ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് തൂ മേരി മേം തേര തൂ മേരി. അനന്യ പാണ്ഡെ, നീന ഗുപ്ത, ജാക്കി ഷറഫ് എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ. ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 9 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 36,60 ലക്ഷം രൂപയും വിദേശ കളക്ഷനായി 8,50 ലക്ഷം രൂപയുമാണ് നേടിയെടുത്തിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷനായി ആദ്യ 9 ദിവസം കൊണ്ട് 45,10 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ശ്രീറാം രാഘവൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് 2026 ജനുവരി 1 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ഇക്കീസ്. ധർമ്മേന്ദ്ര, ജയ്ദീപ് അഹ്ലാവത്, അഗസ്ത്യനന്ദ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ വ്യാഴം വെള്ളി എന്നിങ്ങനെ 2 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 10,50 ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 12,50 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് 1,10 ലക്ഷം ഉൾപ്പെടെ 13,60 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി 2 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. സുരേഷ് രാജകുമാരി തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് സിറായി. ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 9 ദിവസം കൊണ്ട് കേരളത്തിൽ 8,35,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട് കളക്ഷനായി 9 ദിവസം കൊണ്ട് 14,60 ലക്ഷം രൂപ കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 15,50 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഈ സിനിമയുടെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വന്നിട്ടില്ല. ജെയിംസ് കാമറൂണിന്റെ അവതാർ ഫെയർ ആൻഡ് ആഷ് തിയേറ്ററിലെത്തിയിട്ട് 3-ാമത്തെ ശനിയാഴ്ച കൂടിയ 16 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ആദ്യ 15 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 9,20 ലക്ഷം രൂപയാണ്. സിനിമയുടെ 15 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 199 കോടി രൂപയാണ്. ലോകമെമ്പാടുമായി 8,400 കോടി രൂപയാണ് 15 ദിവസം കൊണ്ട് ഈ സിനിമ സമാഹരിച്ചിട്ടുള്ളത്. തളപതി വിജയ് നായകനായി എച്ച് വിനോദ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് പൊങ്കൽ റിലീസായി ജനുവരി 9 തിയേറ്ററിലെത്തുന്ന തമിഴ് സിനിമയാണ് ജനനായകൻ. കേരളത്തിൽ ഒഫീഷ്യലായി 2 കോടിക്ക് മുകളിൽ പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ അഡ്വാൻസ് ബുക്കിലൂടെ വേൾഡ് വൈഡ് പ്രീസെയിലായി 20 കോടിക്ക് മുകളിൽ നേടിയെടുത്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 6:45 ഈ സിനിമയുടെ ട്രെയിലർ പുറത്തു വരുന്നതാണ്. രജനീകാന്തിന്റെ 173-ാമത്തെ സിനിമ തലൈവർ 173 കമലഹാസന്റെ രാജ്കമൽ എന്റർപ്രൈസസ് ആണ് നിർമ്മിക്കുന്നത്. അനിരുദ്ധ് സംഗീതം പകരുന്ന ഈ സിനിമ സിബി ചക്രവർത്തിയാണ് സംവിധാനം ചെയ്യുന്നത്. ഏകദേശം 1 വർഷത്തിന് ശേഷം 2027 പൊങ്കൽ റിലീസായാണ് ഈ സിനിമ തിയേറ്ററിലെത്തുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.